സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ മികച്ച ബോളിംഗ് ലൈനപ്പ് ആയിരുന്നു കഴിഞ്ഞ തവണ RCBയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയയുടെ സ്റ്റാർ പേസർ ജോഷ് ഹേസൽവുഡും ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ മുൻ ലോക 1-ാം നമ്പറുമായ വനിന്ദു ഹസനഗയും ആ സമയത്ത് കഴിഞ്ഞ വർഷം RCB ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷേ രണ്ടുപേരെയും ഇത്തവണത്തെ ലേലത്തിന് മുമ്പ് RCB കൈവിടുകയായിരുന്നു. പേസർ ഹർഷൽ പട്ടേലിനെയും RCB ഇപ്രാവശ്യം നിലനിർത്തിയിരുന്നില്ല. 10.75 കോടി രൂപയ്ക്ക് മുമ്പ് RCBയിലെത്തിയ ഹർഷലിനെ ഇത്തവണ ഒരു പടി കൂടി കടന്ന് 11.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സാണ് ടീമിലെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ നിറം മങ്ങിയതിനെ തുടർന്നായിരുന്നു ഹർഷലിനെ RCB ഒഴിവാക്കിയത്. അപ്പോൾ RCB ഒഴിവാക്കിയ താരങ്ങളൊക്കെയും പ്രമുഖരായിരുന്നു. പക്ഷേ അവരെ ഈ ലേലത്തിൽ RCB തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ RCB തയ്യാറായിരുന്നില്ല. അപ്പോൾ RCB ഈ മോശം ബോളിംഗ് നിരയുമായി എന്താവും ഈ ടൂർണമെന്റിൽ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ എന്ത് മഹാത്ഭുതമാണ് അവർ ഈ ടൂർണമെന്റിൽ സംഭവിപ്പിക്കാൻ പോവുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.